ഹായ്, നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഫോർ സൈഡ്, നമ്മുടെ ഈ കെച്ചപ്പ്, കണ്ടീഷണേഴ്സ്, ഷാംപൂ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒരു 10 ml, 50 ml, 100 ml എല്ലാം വരുന്ന പൗച്ചുകളെല്ലാം പാക്ക് ചെയ്യുന്ന മെഷീനറീസ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മെഷീനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് 10 to 100 ml വരെ ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് മെഷീനാണ്. ഇത് സ്റ്റിക്ക് പോലെ നമുക്ക് ലെങ്ത് പാക്കറ്റ് എടുക്കാം, ചെറിയ പാക്കറ്റ് എടുക്കാം. ഇത് PLC ബേസ്ഡ് ആണ്. ഈ മെഷീന്റെ പെർഫോമൻസ് വർക്ക് ചെയ്യുന്നത് PLC ന്യൂമാറ്റിക് ബേസ്ഡ് ആണ്. സോ കംപ്രസർ മസ്റ്റ് ആണ്. അതുപോലെ ഇത് പിസ്റ്റൺ ഫില്ലിംഗ് ആണ് ഇതിനകത്ത് വർക്ക് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലിന്റെ കൺസിസ്റ്റൻസി അതിനനുസരിച്ച് നമുക്ക് ഓരോ തവണ സെറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാം. വളരെ മിനിമൽ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റിംഗ് പ്രൊവിഷനും ഇതിൽ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന റിബൺ പ്രിന്റേഴ്സ്, ലെറ്റർ ഈറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രിന്റേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കൊരു 3 to 4 ലൈൻസ് വരെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഡേറ്റ്, എക്സ്പയറി, MRP അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് പേസ്റ്റ് തിക്കായിട്ട് വരുന്നതായിക്കോട്ടെ, ലൂസ് വാട്ടർ ബേസ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് പേസ്റ്റ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഈ മെഷീനിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് പെർ മിനിറ്റില് നമുക്ക് 25 പാക്കറ്റ്, ചെറിയ വലിയ 100 ml ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 25 പാക്കറ്റും, അതേപോലെ ചെറിയ ഗ്രാംസ് 5 gram 4 gram ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 to 55 60 പാക്കറ്റിന്റെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് ഒരു പുഷ് ബട്ടൺ ഉണ്ട്. ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷീന് റൺ ആവാൻ തുടങ്ങും. സോ ഇതാണ് നമ്മുടെ മെഷീന്റെ പെർഫോമൻസ് വർക്കിംഗ് വരുന്നത്. ഇതെല്ലാം ന്യൂമാറ്റിക് ബേസിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ സീലിംഗിന്റെ സ്ട്രെങ്ത് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് വളരെ ഹെവി ആയിട്ട് ലൈൻ ടൈപ്പ് സീലിംഗ് എല്ലാം കൊടുത്ത് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഇങ്ങനത്തെ പ്ലെയിൻ പൗച്ച് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇങ്ങനത്തെ പ്ലെയിൻ പൗച്ച് മാത്രമല്ല, നമുക്ക് പ്രിന്റഡ് പൗച്ചും എല്ലാം നമുക്ക് നമ്മുടെ ഈ മെഷീനിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഐമാർക്ക് സെൻസർ ആണെങ്കിലും ഫോട്ടോ സെൻസർ ആണെങ്കിലും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സിംഗിൾ പാക്കറ്റിലുപരി നമുക്ക് മാല പോലെ വേണമെങ്കിൽ, ഇപ്പോൾ 10 എണ്ണത്തിന്റെ 15 എണ്ണത്തിന്റെ 20 എണ്ണത്തിന്റെ ഒക്കെ മാല പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ സീലിംഗ് ഏരിയ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫിനിഷിംഗ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഫിനിഷിംഗ് ആണ്. ഇപ്പൊ ഇതിന്റെ ഈ സൈഡൊക്കെ നമുക്ക് സീലിംഗ് ഓരോ പൗച്ചിനനുസരിച്ച് നമുക്ക് സീലിംഗ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ ഇതേപോലത്തെ നല്ല വീഡിയോസ് കാണാനും, അതേപോലെ നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രൊഡക്ഷൻ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ മാർക്കറ്റിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ ലോഞ്ച് ചെയ്യണം എന്നൊക്കെ ഏതെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് മെഷീൻ വേണം, എങ്ങനെ ചെയ്യണം, എന്തിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ടീമായിട്ടിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം. സോ ഇതേപോലെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ടന്റും കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്തു. ബൈ.